നമസ്കാരം. നമ്മുടെ സമൂഹത്തിൽ നടമാടുന്ന വലിയ വിപത്തുകളിലൊന്നാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്നത്. ഒട്ടേറെ വ്യക്തികളെ നശിപ്പിക്കാനും കുടുംബങ്ങളെ തകർക്കാനും സമൂഹത്തെ രോഗാതുരമാക്കുവാനും ലഹരി എന്ന മഹാപിശാചിന് കഴിയുന്നു. എന്നിട്ടും രക്തമൂറ്റി കുടിക്കുന്ന ഒരു യക്ഷിയെ പോലെ ലഹരി വസ്തുക്കൾ നമ്മെ ആകർഷിക്കുന്നു. ഒടുവിൽ ജീവൻ തന്നെ കവർന്നെടുക്കുന്നു. ഒന്ന് രുചിച്ചു നോക്കി ഉപേക്ഷിച്ച് കളയാമെന്ന ചിന്തയിലാണ് പലരും ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലേക്ക് കടക്കുന്നത്. പക്ഷേ ലഹരിയുടെ വലയിൽ ഒന്നകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരു തിരിച്ചുവരവ് ഇല്ല എന്നോർക്കുക. ലഹരി മനുഷ്യനെ ശാരീരികവും മാനസികവുമായി തകർക്കുന്നു. അത് നമ്മളിൽ പല അസ്വസ്ഥതകൾക്കും കാരണമാകുന്നു. ഇതിനു പുറമെയുള്ള ദൂഷ്യഫലങ്ങൾ വാക്കുകൾക്കും അപ്പുറമാണ്. നിമിഷ നേരത്തെ സുഖത്തിന് വേണ്ടി ജീവിതകാലം മുഴുവനുള്ള അനുഗ്രഹങ്ങളെ തട്ടിമാറ്റാൻ ഇന്നത്തെ തലമുറ എന്തിനും തയ്യാറാകുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, ലഹരി എന്ന സുഖമാണ് മനുഷ്യന് നൽകുന്നത്? അത് വെറുമൊരു ജീവൻ കൊലയാളി മാത്രമല്ലേ? ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് ജീവിതം നശിച്ചു പോയ ചില വ്യക്തികളോട് നിങ്ങൾ എന്തിന് ലഹരി വസ്തുവിന് അടിമപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഉത്തരം ഒന്ന് മാത്രം: ജീവിത പ്രശ്നങ്ങൾ. എൻ്റെ ജീവിത പ്രശ്നങ്ങളാണ് എന്നെ ലഹരിയിലേക്ക് അടുപ്പിച്ചത്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം ഞാൻ എൻ്റെ ജീവിത പ്രശ്നങ്ങളെ മറന്നു. ലഹരി എനിക്ക് ഒരു ഹരമായി തീർന്നു. ഒടുവിൽ അതെൻ്റെ ജീവിതം തന്നെ നശിപ്പിച്ചു. പ്രിയമുള്ളവരെ, ജീവിത പ്രശ്നങ്ങൾ ഓരോന്നും ദൈവ പരീക്ഷണങ്ങളാണ്. അതിനുള്ള പരിഹാരവും അവിടുന്ന് തന്നെ ലഭിക്കും. ഇത് മനസ്സിലാക്കാതെ അമൂല്യനിധിയായ ജീവൻ തകർത്ത് കളയുവാണ് ഇന്നത്തെ ജനത. നാം പലരും നമ്മുടെ വീട്ടിലുള്ളവരെയോ നമ്മുടെ തൊട്ടയൽവക്കത്തുള്ളവരെയോ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർ ഒരു പക്ഷേ മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിമയാണ് എന്ന് പറഞ്ഞു വരുത്തുമ്പോൾ നാം ഒന്നോർക്കുക: നമ്മൾ പോലും ആഗ്രഹിക്കാതെ, നമ്മൾ പോലും സ്വീകരിക്കാതെ, നമ്മൾ പോലും ഇഷ്ടപ്പെട്ട് ക്ഷണിക്കാതെ അറിയാത്തൊരു അതിഥി വന്ന് നമ്മുടെ വീട്ടിൽ കൂടിച്ചേരുവെന്ന്. ആ അതിഥി ഒരുപക്ഷെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവളെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടു പോകുമ്പോൾ നിറ കണ്ണുകളോടെ മാത്രമേ നമുക്ക് നോക്കി നിൽക്കുവാൻ കഴിയുകയുള്ളൂ. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ലഹരി എന്ന മഹാവിഷം പടർന്നു പന്തലിക്കുകയാണ്. ദൈവത്തിന്റെ നാട് അല്ലെങ്കിൽ ഗോഡ്സ് ഓൺ കൺട്രി എന്ന അഭിമാനത്തോടെ നാം വിളിക്കുന്ന നമ്മുടെ കൊച്ചു കേരളം ഇന്ന് ലഹരി വസ്തുക്കളാൽ വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടമാടുന്ന കുറ്റകൃത്യങ്ങളിൽ ലഹരി വസ്തുക്കളുടെ സാന്നിധ്യം വളരെ വലുതാണ്. സ്വാർത്ഥതയും അഴിമതിയും നാട് ഭരിക്കുന്നുവെങ്കിൽ നാം അതിനെ കുറ്റം പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. നാളെയുടെ ഉത്തമ പൗരന്മാരായ നമ്മൾ സ്വയം ലഹരിയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. ഒരു രസത്തിന് അല്ലെങ്കിൽ തമാശയ്ക്ക് വേണ്ടി തുടങ്ങുന്ന ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിന്റെ ഫലങ്ങൾ വ്യാപകമാണ് എന്നോർക്കുക. സമ്പത്ത് നഷ്ടമായാൽ കാര്യമായൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ ആരോഗ്യം മോശമായാൽ പകുതി നഷ്ടപ്പെട്ടു. അവസാനമായി നാം ചിന്തിക്കേണ്ടത് ഒന്ന് മാത്രം: എങ്ങനെ ലഹരി എന്ന മഹാവിഷത്തെ നമ്മിൽ നിന്നും നമ്മുടെ കേരളത്തിൽ നിന്നും തുരുത്താമെന്ന്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം നാടിനും തലമുറയ്ക്കും ഉണ്ടാകുന്ന അപകടങ്ങളെപ്പറ്റി ജനങ്ങളെ ബോധവാന്മാരാക്കണം. ലഹരി വിതയ്ക്കുന്ന ദുരന്തങ്ങളുടെ കരളലിയിക്കുന്ന കഥകൾ ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കണം. ഞാൻ ഒരിക്കലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്യാൻ നമ്മെ കൊണ്ട് ആവണം. ഏതൊരു പരിശുദ്ധനും ഒരു മോശപ്പെട്ട കാലമുണ്ട്. അതുപോലെ ഏതൊരു പാപിക്കും ഒരു നല്ല ഭാവിയുണ്ട്. ആ നല്ല ഭാവിക്കായി നമുക്ക് ലഹരിയെ ഉപേക്ഷിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.